അസ്സലാമു അലൈക്കും. നമ്മുടെ സമ്പത്തിലും ജോലിയിലും ശമ്പളത്തിലും ബർക്കത്തുണ്ടാകണം. ഒരു കടമില്ലാതെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്തതായി ആരുമുണ്ടാകില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സൂറത്ത്. ഈ സൂറത്ത് ഓതിയ വെള്ളം കുടിച്ചാൽ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും. ഭയമുള്ളവർ ഈ സൂറത്തിനെ ഓതിയാൽ അവർക്ക് ആത്മവിശ്വാസം കിട്ടും. രാത്രി ഉറക്കമില്ലെങ്കിൽ ഈ സൂറത്ത് ഓതിയാൽ അവർക്ക് ഉറക്കം ലഭിക്കും. ഈ സൂറത്തിനെ പതിവാക്കിയാൽ മരണം എളുപ്പമാകും. കടമുള്ളവർ സുബഹിക്ക് ശേഷം ഒരു വട്ടം ഈ സൂറത്ത് പതിവാക്കിയാൽ അവരുടെ കടങ്ങൾ വീടപ്പെടും. കടങ്ങൾ വീടാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കും. ഈ സൂറത്ത് ഒരു വട്ടം ഓതിയത് കൊണ്ട് ഒരുപാട് പേരുടെ കടങ്ങൾ മാറിക്കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ സൂറത്ത് ഓതിയാൽ ജോലിയിൽ ബർക്കത്തുണ്ടാകും, ശമ്പളത്തിൽ ബർക്കത്തുണ്ടാകും. സമാധാനമില്ലാത്തവർക്ക് മനസ്സിൽ നല്ല സമാധാനമുണ്ടാകും. അതുപോലെ സന്തോഷമില്ലാത്തവർക്ക് മനസ്സിൽ നല്ല സന്തോഷമുണ്ടാകും. സുബഹി നിസ്കാരശേഷം സൂറത്തുൽ തഹ്രീം ഒരു വട്ടം ഓതുക. കടം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. കടം കൊണ്ട് മനസ്സ് വിഷമിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു സൂറത്താണിത്. ഇൻഷാ അല്ലാഹ് കടങ്ങൾ വീടി സന്തോഷം ലഭിക്കും. കടങ്ങൾ വീടാനുള്ള മാർഗങ്ങൾ അല്ലാഹു തുറന്നു തരും. കടമുള്ളവർ ഇന്ന് മുതൽ സൂറത്തുൽ തഹ്രീം സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു തവണ തുടർച്ചയായി ഓതുക. പ്രാർത്ഥന നല്ലൊരു മരുന്നാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന നിമിഷത്തിൽ മനസ്സിനെ തണുപ്പിക്കാൻ പറ്റിയ മരുന്നാണ് പ്രാർത്ഥന. ജീവിതത്തിൽ ആരൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തിയാലും നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട. പ്രാർത്ഥന ഉണ്ടെങ്കിൽ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് കാണുകയുള്ളൂ. നമ്മളും അല്ലാഹുവും തമ്മിൽ കൂടുതൽ അടുക്കാൻ പറ്റിയ സമയം ഏതാണെന്നറിയാമോ? രാത്രിയുടെ 3-ാം യാമം. തഹജ്ജുദ് നമസ്കാരത്തിനു ശേഷം എല്ലാവരും അഗാധമായി ഉറങ്ങുന്ന സമയം. നമുക്ക് താങ്ങാനാവാത്ത പ്രയാസമുണ്ടെങ്കിൽ ഉറങ്ങുവാൻ കഴിയുമോ? ഇല്ല. ആ സമയത്ത് നീ നിന്റെ റബ്ബിനോട് നിനക്ക് എന്താണോ ആവശ്യം അത് ചോദിച്ചു നോക്കൂ. തീർച്ചയായും അല്ലാഹു കൈവിടില്ല. ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് വിചാരിക്കരുത്. നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം നിന്റെ ആവശ്യം. അല്ലാഹു തീർച്ചയായും നിന്റെ ആഗ്രഹം നിറവേറ്റിത്തരും. ഒരുപാട് പേർ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വിവാഹ തടസ്സമുള്ളവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. കടം വന്നു പോയാൽ പകലിനെ പേടിക്കേണ്ടതും രാത്രിയെ ഉറക്കമില്ലാതാക്കുന്ന ഒരവസ്ഥയാണ് കടം. ആർക്കൊക്കെ കടമുണ്ട് അവരുടെ എല്ലാം കടങ്ങൾ എത്രയും പെട്ടെന്ന് വീടാൻ ഒരു വഴി കാണിച്ചു കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. അസുഖങ്ങൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലാ. അവരുടെ എല്ലാ അസുഖങ്ങളും നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും മാറാരോഗങ്ങളെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.